Good morning. Good morning, all. Good morning, Miss. Good morning. How are you all? I am fine. What about you? Yes, I'm good. Good morning, Miss. Good morning. Please, all of you, mark your attendance. Mark your attendance. Mark your attendance. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ആരെ ആബ്സെന്റ് ആയിട്ട് ലീവ് ലെറ്റർ കൊടുക്കാതെ കയറിയിരിപ്പുണ്ടോ ആരെങ്കിലും? എല്ലാരും പ്രസന്റ് ആണോ? Yes. ഓക്കെ, നല്ല കുട്ടികള്. മാർക്ക് യുവർ അറ്റൻഡൻസ് ഓൾ ഓഫ് യു. ഓക്കെ. Let's start our class. Are you ready? Yes. Okay. Moral science. All of you take out your textbook. We all need love. We completed, no? Yes. 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 Question answer also completed, no? Yes. Next. Lesson number 8. Lesson number 8. India, my motherland. Write on the date first. Those who are joined now, please mark your attendance. All of you, mark your attendance. Don't forget that. Mark your attendance. Okay, next, let's start our class. Page number 20. Page number 20. India, my motherland. India, my motherland. പറഞ്ഞാൽ എന്താ India, my motherland എന്ന്? ഇന്ത്യ എന്റെ മദർ ആണെന്ന്. നമ്മുടെ ദേശം ഇന്ത്യ എന്റെ അമ്മയാണ്. ഇന്ത്യ എന്റെ മാതൃരാജ്യം, നമ്മുടെ സ്വന്തം ദേശമാണ്. ഇന്ത്യ, my motherland. All of you to look at the textbook and listen here. India is my country. എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴും പ്ലെഡ്ജ് പറയാറുള്ളതല്ലേ. നമ്മുടെ രാജ്യം ഏതാ? Which country? India. India is my country. I love my country. നമ്മൾ നമ്മുടെ നാടിനെ രാജ്യത്തെ സ്നേഹിക്കുന്നില്ലേ? I love my country. My country is very big and beautiful. My country is very big and beautiful. Very big and എന്റെ രാജ്യം മനോഹരമാണ്. India is my country. I love my country. My country is very big. Ajit Joseph, turn on your video. Okay. India is my country. I love my country. എന്റെ രാജ്യമാകുന്നു, എന്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. I love my country. നമ്മൾ പ്രതിജ്ഞ പ്ലെഡ്ജ് പറയാറില്ലേ? India is my country. All brothers and sisters എന്ന് പറഞ്ഞ് പറയാറില്ലേ? ഉണ്ടോ? പ്ലെഡ്ജ് പറയാറില്ലേ? Yes. 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 All
ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പറയാറില്ലേ? പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിജ്ഞ. മക്കൾക്കെല്ലാം നന്നായിട്ട് അറിയാം. ഓക്കെ, India is my country. I love my country. My country is very big and beautiful. എന്റെ രാജ്യം വലിയതുമാണ്, വെരി ബ്യൂട്ടിഫുൾ ആണ്, വളരെ മനോഹരമാണ്. It has rivers and mountains. റിവർ എന്ന് പറഞ്ഞാൽ എന്താ? നദികള് അല്ലെ? റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നദികള്. നദികൾ അറിയില്ലേ? ആൻഡ് മൗണ്ടെയിൻസ്, നദികളും മലകളും. ഇറ്റ് ഹാസ് റിവേഴ്സ് ആൻഡ് മൗണ്ടെയിൻസ്, ഫോറസ്റ്റ് ആൻഡ് ബീച്ചസ്. ഫോറസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ലേ? പിന്നെ ബീച്ചും. ബീച്ചിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ അല്ലെ? There are beautiful old places, food and tombs. Okay, India is my country. I love my country. India എന്റെ രാജ്യമാകുന്നു, ആ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. My country is very big and beautiful. എന്റെ രാജ്യം വളരെ വലുതുമാണ്, വളരെ മനോഹരമുള്ളതുമാണ്. It has rivers and mountains. അവിടെ നമ്മുടെ രാജ്യത്ത് എന്തുണ്ട്? നദികളും മലകളും. ഫോറസ്റ്റ് ആൻഡ് ബീച്ച്. ഫോറസ്റ്റ് വലിയ വനങ്ങൾ കണ്ടിട്ടില്ലേ? ബീച്ചുകൾ കണ്ടിട്ടില്ലേ? There are beautiful old places. ഇവിടെ കുറെ പഴയ സ്ഥലങ്ങളുണ്ട്. ഫോർട്ട്സ് ആൻഡ് ടെംപ്സ്, സ്ഥലങ്ങളും കോട്ടകളും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. The Mysore Palace, the Gwalior Fort, the Taj Mahal, the Hawa Mahal are all beautiful. And താജ്മഹൽ ഒക്കെ ഉണ്ടെന്ന് പഠിച്ചിട്ടില്ലേ? താജ്മഹലിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ആരാ താജ്മഹൽ ഉണ്ടാക്കിയേ? ഓക്കെ, വെരി ഗുഡ്. ഗ്വാളിയർ ഫോർട്ട് ഉണ്ട്, താജ്മഹൽ ഉണ്ട്, ഹവാ മഹൽ ആർ ഓൾ ബ്യൂട്ടിഫുൾ. വളരെ മനോഹരമായ പ്ലേസ് ഉണ്ട്. There are grand temples. വലിയ അമ്പലങ്ങൾ. ടെമ്പിൾസ് അമ്പലങ്ങൾ. മോസ്ക് പള്ളി. ആൻഡ് ചർച്ച് ക്രിസ്ത്യൻ പള്ളി അല്ലേ? Like Delhi, Mumbai, Goa and Madurai, Indian artists and Indian scientists are famous all over the വേൾഡ്. ആരാ? ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ ഉണ്ട്, സയന്റിസ്റ്റുകൾ ഉണ്ട്. സയന്റിസ്റ്റുകൾ ആരാ? സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെരി ഗുഡ്. ശാസ്ത്രജ്ഞന്മാരാണ് സയന്റിസ്റ്റുകൾ. famous all over the world. People love Indian dances, Indian music, Indian clothes and Indian food. നമുക്കെല്ലാം നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ജനങ്ങൾക്കെല്ലാം ഇന്ത്യൻ ഫുഡ് ഇഷ്ടമാണ്. ഇന്ത്യൻ ഡ്രസ്സുകള്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്, ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ ഡാൻസസ്, ഭരതനാട്യം, കുച്ചിപ്പിടി, like this. See, you can see, look at the picture. Then all Indians must live together in peace and must work hard to keep India is great and beautiful country. All Indians must live together in peace and must work hard to keep India a നമ്മുടെ ഓൾ ഇന്ത്യൻസ്, എല്ലാ ഇന്ത്യക്കാരും എന്താണ്? നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യത്തെ വളരെ വലിയതും ബ്യൂട്ടിഫുൾ കൺട്രി ആയി നോക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? Peace and must work hard to keep India a great beautiful country. ഇന്ത്യ നമ്മുടെ രാജ്യം നല്ല ഭംഗിയായിരിക്കാനും, വളരെ വലിയ രാജ്യമാണ്, ഭംഗിയായിരിക്കാനും ഒത്തിരി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കൺട്രിയിൽ ഉണ്ട്. അതിനു വേണ്ടി എന്താണ്? ഓൾ പീപ്പിൾസ് live together, work hard. എല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും ഇല്ലേ? മനസ്സിലായോ അത്? ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ, നിങ്ങൾക്ക് അറിയാം, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യം
വളരെ വലുതും വളരെ ബ്യൂട്ടിഫുള്ളുമാണ്. റിവേഴ്സ് ആൻഡ് മൗണ്ടെയിൻസ്, നദികളും മലകളും പുഴകളും തോടുകളും കായലുകളും എല്ലാം നിറഞ്ഞു വളരെ മനോഹരമായ രാജ്യമാണ്. അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്. എവിടെയാണ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഉള്ളത്? ഒരുപാട് സ്ഥലത്തുണ്ട്. മൈസൂർ പാലസ് ഉണ്ട്, താജ്മഹൽ ഉണ്ട്. താജ്മഹലൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓക്കെ, മുഹമ്മദ്. Okay, Muhammad Sinan, why did you come late, Sinan and Anita? എന്താ ലേറ്റ് ആയേ? Anson, not Anita, Anson. Turn on your video. സിനാനെ എന്ത് പറ്റി ലേറ്റ് ആയത്? മദ്രസ ക്ലാസ്സിന് പോയോ സിനാൻ? ആഹാ, ഓക്കെ. അപ്പോ ഇപ്പൊ those who are joined now, please mark your attendance. ഇപ്പൊ ആരാണ് join? ഓക്കെ. പിന്നെ നമുക്ക് എന്താണ് ഡൊമിനിക് ബിജു ഇപ്പോഴാണോ ജോയിൻ ചെയ്യുന്നത്? Please mark your attendance. Those who are joined now, please mark your attendance. Okay. Okay, once again I will explain for this lesson for newcomers. ഇപ്പൊ കുറച്ച് രണ്ടുപേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒന്നും കൂടെ മിസ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്ത്യ മൈ മദർലാൻഡ്, നമ്മുടെ മാതൃരാജ്യം, നമ്മുടെ മാതൃദേശമാണ് ഇന്ത്യ. അത് എല്ലാവർക്കും അറിയാം അല്ലേ? അതിനെ കുറിച്ച് ഇനി വലിയ ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ എവിടെയാ? Where is your country? India. India. India is my country. നമ്മൾ സ്കൂളിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ കൈയൊക്കെ നീട്ടി പ്ലെഡ്ജ് പറയാറില്ലേ? India is my country. All Indians are my brothers and sisters എന്നൊക്കെ പറഞ്ഞ് പറയാറില്ലേ? അതാണ് കൺട്രി. കൺട്രി എന്ന് പറഞ്ഞാൽ രാജ്യം. ഇന്ത്യ ഇസ് മൈ കൺട്രി. ഐ ലവ് മൈ കൺട്രി. ഇന്ത്യ എന്റെ രാജ്യമാകുന്നു. എന്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. മൈ കൺട്രി ഈസ് വെരി ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ. എന്റെ രാജ്യം വളരെ വലുതും വളരെ മനോഹരമുള്ളതുമാണ്. ഇറ്റ് ഹാസ് റിവേഴ്സ് ആൻഡ് മൗണ്ടെയിൻ, ഫോറസ്റ്റ് ആൻഡ് ബീച്ചസ്. ഇറ്റ് ഹാസ് റിവേഴ്സ് ആൻഡ് മൗണ്ടെയിൻസ്. റിവേഴ്സ് മീൻസ് നദികള്, മൗണ്ടെയിൻസ് മീൻസ് മലകള്, ഫോറസ്റ്റ് കാടുകള്, ബീച്ച് അറിയാലോ, ബീച്ചുകളൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ പോയിട്ടുണ്ടാവും. There are beautiful old places, old palaces. അവിടെ കുറെ മനോഹരമായ പാലസ് ഉണ്ട്. Forts, Gwalior Fort, the Taj Mahal, the Hawa Mahal are all beautiful palace. Old beautiful palace ഉണ്ട്. There are grand temples, mosque and church. Temples means ambalam, mosque means Muslims Palli, and church means Christians Palli. There are grand temples, mosques and churches in many towns and cities like Delhi, Mumbai. Many Delhi, Mumbai, Goa and Madurai. In many towns and cities like Delhi, Mumbai, Goa and Madurai. Indian artists and Indian scientists are famous all over the world. അതായത് ഇന്ത്യയില് നല്ല സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞന്മാര്, ഇന്ത്യൻ ആർട്ടിസ്റ്റുകള്, പീപ്പിൾ ലവ് ഇന്ത്യൻ ഡാൻസസ്, ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ ക്ലോത്ത്സ് ആൻഡ് ഇന്ത്യൻ ഫുഡ്. നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്താ? ഇന്ത്യൻ ഫുഡ് കഴിക്കാനും. നമ്മളിവിടെ ഇന്ത്യ വിട്ട് വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ കുറെ നാള് താമസിച്ചു കഴിയുമ്പോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മിസ് കുറെ നാള് വേറെ പുറത്ത് രാജ്യത്ത് പോയി താമസിച്ചു. അവിടെ നിൽക്കുമ്പോ അവിടുത്തെ ഫുഡിനേക്കാൾ മിസ് ഇടയ്ക്കൊക്കെ മിസ് ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്ത്യൻ ഫുഡ്. അങ്ങനെ നമ്മൾ ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കാറുണ്ട്. അതെ, നമ്മൾ ഇവിടം വിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫുഡ്, നമ്മുടെ ഡ്രസ്സ് എല്ലാം നമുക്ക് മിസ് ചെയ്യുന്നത് ഇല്ലേ? നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ഓണം എന്ത് എന്നൊരു ചിന്ത വരും. പക്ഷെ നമ്മൾ ഇന്ത്യ വിട്ട് വേറൊരു രാജ്യത്ത് പോയി കുറെ നാള് താമസിക്കുമ്പോ എന്താണ്, നമുക്ക് നമ്മുടെ ഇന്ത്യന്റെ ഫുഡ്, ഇന്ത്യന്റെ ക്ലോത്ത്സ് എല്ലാം നമുക്ക് മിസ് ചെയ്യും വല്ലാതെ. മനസ്സിലായോ പറഞ്ഞത്? മാളവിക ഇപ്പോഴാണല്ലോ ജോയിൻ ചെയ്തത്. മാളവിക, why did you come late? മാളവിക, mark your attendance.
all Indians must live together in peace and must work hard to keep India a great and beautiful country. നമ്മുടെ രാജ്യം ഇത്ര മനോഹരമായിരിക്കുന്നതിന് പിന്നിൽ ഒരുപാട് പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യം വളരെ ഭംഗിയായി ഇത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നതെന്നും ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ടൊന്നും ഇരിക്കില്ല അല്ലേ? മനസ്സിലായോ? ഇത്രയാണ് ഇന്ത്യയെ കുറിച്ച്. ഒരുപാട് ഡിഫറെന്റ് സെലിബ്രേഷൻസ് ഉണ്ട്. ഓണം. വായിച്ചോട്ടെ. ഓ, ഞാൻ ഈ പാഠം വായിച്ചോട്ടെ എന്ന്. ഓക്കെ മോനെ, വെയിറ്റ്, ഞാൻ പറഞ്ഞുതരാം, വായിക്കാം, ടൈം ഉണ്ടല്ലോ. നമ്മള് ഒരുപാട് ആഘോഷങ്ങള്, മീൻസ് ഓണം, കേരള ദേശീയോത്സവം, ഓണം എന്നൊക്കെ ഹിന്ദിയിൽ പഠിക്കുന്നില്ലേ? നമ്മുടെ കേരളീയരുടെ ദേശീയ ഉത്സവമായിട്ട് എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം. പിന്നെ ക്രിസ്മസ്, പിന്നെ പെരുന്നാള്, ഈദ്, അങ്ങനെ കുറെ ഒരുപാട് സെലിബ്രേഷൻസ് എല്ലാം നമ്മുടെ രാജ്യത്ത് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അത് തന്നെ. പിന്നെ ഡിഫറെന്റ് പ്ലേസ്, നല്ല നല്ല മനോഹരമായ പാലസുകള്, നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്ന സ്ഥലങ്ങള് എല്ലാം നമ്മുടെ ഇന്ത്യയിലുണ്ട്. പക്ഷെ നമ്മൾ പോയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മാളവിക, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ ആൻഡ് മാർക്ക് യുവർ അറ്റൻഡൻസ്. മാളവിക സുരേഷ്. ഇനി മിസ് ഈ ലെസൺ, മാളവിക പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ഇനി മിസ് മാർക്ക്, സോറി, ഇനി മിസ് ഇതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മക്കൾക്ക് മനസ്സിലായോ? കിട്ടുന്നില്ല. അത് എന്തോ റേഞ്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് കിട്ടുന്നില്ല, റീകണക്ട് ആയി കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ മക്കൾക്ക് ഈ സ്റ്റോറി? സ്റ്റോറി അല്ല, ഇത് നമ്മളുടെ രാജ്യത്തെ കുറിച്ച് പറയുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായോ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യും. Does anyone have any doubt about this lesson? No. ഫസ്റ്റ് എറിക്ക് ചോദിച്ചു. ഇതിന്റെ എക്സസൈസ് നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ, ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല, അറിയാലോ. ഇന്ത്യാസ് എക്സസൈസ് ഫസ്റ്റ്. ഇന്ത്യാസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. ഹു ഇസ് ഇന്ത്യാസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ? ഇവിടെ ഓപ്ഷന് നേരെ വണ്ണെന്നിട്, ആ ഓപ്ഷൻ അവിടെ എഴുതിയാ മതി. പിന്നെ he wrote our national anthem. Who wrote? എല്ലാവർക്കും അറിയാം. നമ്മുടെ നാഷണൽ ആന്തം എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ആന്തം ജനഗണമന. വെരി ഗുഡ്. അതൊക്കെ നിങ്ങൾ ചെറിയ. പിന്നെ ദ ഫാദർ ഓഫ് ദ നാഷൻ, അതെല്ലാവർക്കും അറിയാം. ആരാ ഫാദർ ഓഫ് ദ നാഷൻ? ഗാന്ധി. Gandhi. India's first Prime Minister Jawaharlal Nehru, who wrote our national anthem. He wrote our national anthem. Who? Ravindranath Tagore. The father of the nation. The father of the nation, Mahatma Gandhi. നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഷിഫാന, now you join. Shahzad, now you join. Please mark your attendance. Why did you come late, Shahzad? ഹിബ, ഫാത്തിമ, ഷിഫാന, എന്താ ലേറ്റ് ആയത്? Why did you come late? Okay, mark your attendance. Okay, നെറ്റ് കട്ടായി. Okay, mark your attendance. ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യണോ ദിസ് ലെസൺ? ഇനി വന്നൊരു വീഡിയോ യൂട്യൂബ് ലിങ്ക് കാണും കേട്ടോ. ഈ എക്സസൈസ് റൈറ്റ് ദ നെയിംസ് ഓഫ് 6 ഫേമസ് മൊമെന്റ്സ് ഓഫ് അവർ കൺട്രി. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാമേ. എക്സസൈസ് A and B, അത് ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ അത് ഇപ്പം ചെയ്യണ്ട, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഈ ക്ലാസ്സിൽ നമുക്ക് എല്ലാരെ കൊണ്ടും ഒന്ന് വായിപ്പിക്കാം. കാരണം ഓൾറെഡി ലെസൺ കംപ്ലീറ്റഡ് ആണ്. ഇപ്പൊ 8 ലെസൺ ആയില്ലേ? അല്ലേ? പോരെ? ഇനി ഇതൊക്കെ സ്വന്തമായി ചെയ്യാൻ അറിയുന്നവര് സ്വന്തമായി ചെയ്ത് മിസ്സിന് അയച്ചു തന്നോളൂ. സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാത്ത
പരീക്ഷക്ക് എത്ര പാഠം വരല്? പരീക്ഷ ഇപ്പൊ ഇടുന്നില്ല പരീക്ഷ. നമുക്ക് ഈ സെമസ്റ്റർ എക്സാമിന് മോറൽ സയൻസ് ഇടുന്ന കാര്യം തീരുമാനമായിട്ടില്ല. മിസ് അറിയിക്കാം കേട്ടോ. ശരി. ഓക്കെ. ചിലപ്പോ ഉണ്ടാവില്ല, ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ. സോറി നോട്ട് ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവില്ല. മനസ്സിലായോ? ശരി. മോറൽ സയൻസിന്റെ ടെസ്റ്റ് ഇപ്പൊ ഇടുന്നുണ്ടാവില്ല. ഇപ്പം ഫസ്റ്റ് സെമ്മിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ദിവസം ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഇടാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായില്ലേ? ഓക്കെ. നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി, EVS ഒക്കെ ഒരുപാട് പഠിക്കാനുള്ള സമയത്ത് മോറൽ സയൻസും കൂടെ മിസ് തരുന്നില്ല. ഈ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒരു ടെസ്റ്റ് നമുക്ക് നടത്താം. ഓക്കെ. Muhammad Afla, turn on your video and now you join. Please mark it. Okay. First Eric asked me. Eric, read. India, my motherland. India is my country. I love my country. My country is very big and beautiful. It has rivers and mountains, forests and beaches. There are beautiful old places. Palaces. Palaces. The forests and tombs. The Mysore Palace. The Gwalior Fort. The Taj Mahal. Taj Mahal. The Hawa Mahal. Are the beautiful. Are all beautiful. Okay, stop. Okay, stop. Next, Anshi, read. Anshi. Next, Anshi. There are grand temples, mosques, and mosques. Okay. And churches in many towns and cities like Delhi, Mumbai, Goa, and Madurai. Indian artists and Indian scientists are famous all over the world. Okay, enough. Enough. Ifra Ismail. Next, Ifra Ismail. People love India dance, India music, India clothes, and the Indian food. Next who? Next some Aniha. Okay, Amanna, wait. Aniha. All Indians must live together in peace and must work hard to keep India a great and beautiful country. Okay, Amanna, next you can read. India, my motherland. India is my country. I love my country. My country is very big and beautiful. It has rivers and mountains, forests and beaches. There are beautiful old palaces, forts and tombs. The Mysore Palace. Next who asked me? Fatima Mehrin. Okay, read. എഴുന്ന വായിക്കണ്ട്. എവിടെയാ ശ്രദ്ധിച്ചേ വായിച്ചപ്പോ? The Mysore Palace. The Mysore Palace, the Gwalior Fort, the Taj Mahal, the Hawa Mahal are all beautiful. There are grand temples, mosques, and churches in many towns and cities like Delhi, Mumbai, Goa, and Jewel Maria, next.
Delhi. And Indian scientists are famous all over the world. People love Indian dances, Indian music, Indian clothes, and Indian food. Next who? Next. ആരാ എന്നോട് ചോദിച്ചേ? അദ്വൈത്. അദ്വൈത്. All Indians. All Indians live together in peace And work hard to keep India a great and beautiful country. next who? നീ ആർക്കാ വായിക്കേണ്ടത്? ഇഫ്ര വായിച്ചില്ലായിരുന്നോ? കുറച്ചു മുമ്പ് ഇഫ്ര അല്ലേ വായിച്ചത്? കുര്യൻ ജോസഫ്. ഓക്കെ മോനെ റെസിവേറ്റ്. കുര്യൻ. India is my country. I love my country. My country is very big and beautiful. It has river and mountains. Mountains. Mountain, no, mountains. Mountains, forests, and beaches. Beach. Beaches. Beach. There are beautiful old palaces, forts and tombs. Okay, enough. Rasi, Muhammad Rasi. Mysore Palace. Gwalior Fort. The Taj Mahal. The Hawa Mahal are all beautiful. Grand temples. There are grand temples. mosques and churches in Church. many towns and cities. Mumbai, Goa, and Madurai. Okay, enough. Next, Aniha. Aniha വായിച്ചായിരുന്നോ? Okay, Anita. Indian artists and Indian designers are famous all over the world. People love Indian Rasi, dance, turn off your mic, Rasi. music, Indian clothes, and Indian food. All Indians must live together in peace and must work hard to keep India a great and beautiful country. Afla, next, Muhammad Afla. You can start now. India is my country. India I love is my my country. My country is very big and beautiful. It has rivers and mountains, forests. And beach. There are old places. Old palace. Forts and tombs. The Mysore Palace. Gwalior Mysore Palace. Gwalior Fort. The Taj Mahal. are all beautiful. Okay, enough. Hiba Fatima. Next, Hiba. Kurian, please turn on your video, Kurian. There are a grand there are grand temples. There are great temples, Mosque. and Mosque, Palli. Mosque. church. Church.
in many towns and cities cities. Delhi, Mumbai, Goa, and Madurai. Indian Artist. artists and Indian Scientists scientists are famous all over the world. Okay, enough. Anson, next Anson. People love India dance, Indian music, Indian clothes, and Indian food. All Indians must live together in peace and Must work hard to work hard to keep India a great beautiful country. Okay, enough. Next is Shifana. India is my country. I love my country. My country is very big and beautiful. It has rivers and mountains, forests and beaches. There are beautiful old ഒരു മിനിറ്റ്. palaces. ഓക്കെ ഷിഫാന, enough. ഫുൾ സ്റ്റോപ്പ് വരുമ്പോ ഫുൾ സ്റ്റോപ്പിന്റെ അടുത്ത് അവിടെ ഫുൾ സ്റ്റോപ്പ് എന്തിനാണ്? സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നിർത്തുക. അവിടെ നിർത്തിയിട്ട് വേണം നമ്മള് അടുത്ത ഭാഗം വായിക്കാന്. ഇന്ന് വായിക്കാൻ പറ്റാത്തവരാരും വിഷമിക്കേണ്ട, നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കാം. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. ബൈ ബൈ, സീ യു. Thank you, Miss. Okay, welcome all. Thank you, Miss. Yes, welcome all. Thank you, Miss. Bye. Bye bye, see you.